എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ അടിച്ചുപിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയമായ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവ നടപടിക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശം വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ ബഹളമയത്തിൽ സഭ പിരിയും വരെ ഇരുവരും തമ്മിലുള്ള വാക്പോരും തുടർന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേപോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. AKG സെന്ററിൽ ഇപ്പോൾ LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കും. പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം സലീം മാലിക് നമ്മളോട് വിശദീകരിക്കും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇന്നത്തെ സഭയിലെ അസാധാരണ പ്രതിഷേധം, വാക്പോര്, വെല്ലുവിളി ഇതൊക്കെ നമ്മൾ കണ്ടു. വരും ദിവസങ്ങളിലും സമാനമായ കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്ന തരത്തിലുള്ള വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ ഏറെയുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടയിൽ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നു ഭരണപക്ഷം. വിവരങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? ഇന്ന് സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷം കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ സഭ ഇന്നത്തേക്ക് പിരിയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇക്കാര്യത്തിൽ
കരുതുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം കരുതുന്ന ഒരു കാര്യം, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷം ഓടി ഒളിച്ചു എന്നുള്ളൊരു സന്ദേശം പുറത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ അതല്ലെങ്കിൽ സർക്കാരിനെ തുറന്നു കാട്ടപ്പെടാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മലപ്പുറം പരാമർശം തൊട്ട് PV അൻവർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം, അതായത് സഭ പുനരാരംഭിച്ച ശേഷമുള്ള ആദ്യ ദിവസം ഈ വിഷയത്തിൽ സർക്കാർ പുറത്തേക്ക് വിടുന്ന ധ്വനി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭ പിരിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷം നിയമസഭയുടെ പുറത്തേക്ക് എത്തും മുൻപ് തന്നെ പാർലമെന്ററി മന്ത്രിയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും CPI മന്ത്രിയും ചേർന്നുകൊണ്ടൊരു വാർത്താ സമ്മേളനം അത് വിളിച്ചത്. ഇനി ഇക്കാര്യത്തിൽ സഭയിൽ ഏത് വിധത്തിലുള്ള പ്രതിരോധം ഉയർത്തണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാനാണ് AKG സെന്ററിൽ LDF പാർലമെന്ററി കാര്യ പാർട്ടി യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാർ എടുക്കേണ്ട അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് സഭയിൽ ഇടതുപക്ഷം സർക്കാർ പുലർത്തേണ്ട ജാഗ്രതകളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ഈ സ്ഥാനചലനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഗൗരവമായി ചർച്ചയിൽ വരും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നില്ല. മാത്രമല്ല പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ മലപ്പുറം വിവാദവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകിയത്. സർക്കാർ അതൊരു പ്ലാറ്റ്ഫോമായി, തങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒരു പ്ലാറ്റ്ഫോമായി കരുതിയപ്പോഴാണ് പ്രതിപക്ഷം വീണ്ടും ബഹളമുണ്ടാക്കിയത്. അപ്പോൾ പ്രതിപക്ഷം തന്നെ ആ വിഷയത്തിൽ സർക്കാരിനെ പറയാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല പ്രതിപക്ഷത്തിന് ആ വിഷയത്തിൽ ഭയമുണ്ട് എന്നുള്ളൊരു ധ്വനി പുറത്തേക്ക് കൊടുക്കുന്നതിലൂടെ ആ വിഷയത്തിൽ ഒരു പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞുവെന്ന ഇടത് കാമ്പ് അല്ലെങ്കിൽ LDF ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നാളെ മുതൽ എന്ത് തരം, സഭ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം അത് പ്രതിപക്ഷം ഉയർത്തും. ഇന്നത്തെ സ്പീക്കറുടെ സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രതിപക്ഷം നിയമസഭയിലേക്ക് കൊണ്ടുവരിക. ഈ ഇന്നത്തെ ഒരൊറ്റ കാര്യം അത് പ്രധാനമായും പ്രതിരോധിച്ചുകൊണ്ടായിരിക്കും ഈ സഭാ സമ്മേളന കാലയളവിൽ ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, ഇന്നിപ്പോൾ സലീമിലേക്ക് ഉടൻ തിരികെ എത്താം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദീഖ് ഹാജരായത്. അഖിൽ ഷാ അൻസാർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സിദ്ദീഖ് അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ ആദ്യമെത്തിയ സിദ്ദീഖിനെ പിന്നീട് കന്റോൺമെൻറ് സ്റ്റേഷൻ്റെ ഭാഗമായ കൺട്രോൾ സെൻറ്ററിലേക്ക് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അയക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദീഖ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ദീഖ്, അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കമ്മീഷണർ ഓഫീസിൽ ഹാജരായെങ്കിലും ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് താരത്തെ കന്റോൺമെൻറ് സ്റ്റേഷൻ്റെ ഭാഗമായ കൺട്രോൾ സെൻറ്ററിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് സിദ്ദീഖ് പോലീസിന് അങ്ങോട്ടൊരു ഇമെയിൽ സന്ദേശം അയക്കുന്നത്. അതിന് പിന്നാലെ പോലീസ് നോട്ടീസ് നൽകുകയും തുടർന്നുള്ള ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നത് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള നിർദ്ദേശത്തിലേക്ക് സുപ്രീം കോടതി എത്തിയതോടുകൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നു സിദ്ദീഖ്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അഖിൽ ഷാ. റിജിത്ത്, നിലവിൽ നടൻ സിദ്ദീഖിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ അത് പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയുന്നത് പോലെ തന്നെ പോലീസ് നോട്ടീസ് അയച്ചത് പ്രകാരം ഇന്ന് രാവിലെ 9:30 സിദ്ദീഖ് തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിലെത്തുന്നത്. അതിന് പിന്നാലെ അവിടെ നിന്ന് പോലീസിന്റെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് എത്തുകയായിരുന്നു. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഈ സിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ 2 മണിക്കൂറായി സിദ്ദീഖിനെ ചോദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ വിവരം അകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ സിദ്ദീഖ് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് ഇവിടെയുള്ളവർ എല്ലാവരും ഉള്ളത്. സിദ്ദീഖ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനും നമ്മൾ ശ്രമിക്കും. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വിശദമായി നടത്താൻ തയ്യാറായിരുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വിവാദമായ, വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ്. ആ കേസിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ സിദ്ദീഖിന് ജാമ്യം അനുവദിക്കുന്നില്ല. നമുക്ക് ഈ അതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന സിദ്ദീഖിന് അനുകൂലമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒരു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സിദ്ദീഖ്
പുറത്തേക്ക് ഇറങ്ങാനായി സിദ്ദീഖിന്റെ വാഹനം നിലവിൽ കന്റോൺമെന്റ് സ്റ്റേഷനിലെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ സിദ്ദീഖ് പ്രവേശിച്ച് ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യാനായി ഒരു കത്ത് സിദ്ദീഖിന് ലഭിക്കുന്നത്. ആ കത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത് വിശദമായ ഒരു ചോദ്യം ചെയ്യലല്ല, അത് പ്രാഥമികമായ ഒരു വിവരശേഖരണമാണ്. വിവരശേഖരണം നടത്തിയ ശേഷം വിട്ടേക്കുമെന്നുള്ള കാര്യവും പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലാണ് ഇന്ന് ഉണ്ടായത്. ഒരു പ്രാഥമികമായ ഒരു വിവരശേഖരണം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പിന്നാലെ സിദ്ദീഖിനെ ഇപ്പോൾ വിട്ടേക്കുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം സിദ്ദീഖിനെ ഘട്ടത്തിൽ വിട്ടേക്കുകയാണ്. ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു നടപടി, അത് ഏതെങ്കിലും തരത്തിൽ ഇനി സുപ്രീം കോടതി ഈ മാസം കേസ് പരിഗണിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു കസ്റ്റഡി അപേക്ഷ സിദ്ദീഖിന്റെ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചോദ്യം ചെയ്യൽ പ്രാഥമികമായ വിവരശേഖരണം പൂർത്തിയായതിനു ശേഷം സിദ്ദീഖ് പുറത്തേക്കിറങ്ങുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം സിദ്ദീഖ് മടങ്ങുകയാണ്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അറിയിച്ചിരുന്നു. പ്രാഥമികമായ വിവരശേഖരണത്തിനായാണ് സിദ്ദീഖിനെ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ കോടതിയിൽ വീണ്ടും ഈ കേസ് വരുമ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കുമൊക്കെ കാരണമായ ഈ ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദീഖ് ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷം മടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യം അദ്ദേഹം തിരുവനന്തപുരത്തെ കമ്മീഷണർ ഓഫീസിലാണ് ഈ നടപടികളുടെ ഭാഗമായി എത്തിയത്. പക്ഷേ ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖിനെ കന്റോൺമെന്റ് സ്റ്റേഷന്റെ ഭാഗമായ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ SITയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹാജരാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ച് സിദ്ദീഖ് പോലീസിനെ അങ്ങോട്ട് സമീപിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ താൻ ഈ വിവരശേഖരണത്തിന് ഈ ചോദ്യം ചെയ്യലുമായി അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, അതിൻ്റെ ഭാഗമായി ഹാജരാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പോലീസിനെ അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റിന് പരിരക്ഷയുള്ളതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൻ്റെ ഭാഗമായി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെക്കുകയും ആ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊരു പ്രാഥമിക വിവരശേഖരണം എന്നുള്ള നിലയിലാണെങ്കിലും സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, നിർണായകമായ ചില തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. 2016 തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് നടൻ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തു എന്ന നടിയുടെ പരാതിയിലാണ് ഈ കേസ് രൂപപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകളൊക്കെ നിലനിൽക്കെ സിദ്ദീഖ് ഒളിവിൽ പോകുന്നതും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഒളിവിൽ പോകുന്നതും പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീം കോടതി തടയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ പരാതിക്കാരിക്കെതിരായ ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ള കാര്യം സിദ്ദീഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അഖിൽ ഷാ അൻസാർ? റിജിത്ത്, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് സിദ്ദീഖ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇതുവരെ വിശദീകരിച്ചുള്ള ഒരു പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ കൺട്രോൾ റൂം സിദ്ദീഖ് വിട്ടുപോയത്. എന്തായാലും ഇനി പോലീസിന്റെ നീക്കം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. അത് ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ
ഇന്നത്തെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാകും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്കറിയുന്നത് പോലെ തന്നെ ഗുരുതരമായ ആരോപണമായിരുന്നു സിദ്ദീഖിന് നേരെ ഉള്ളത്. അത് വലിയ പ്രതിസന്ധിയിലാവുകയും അദ്ദേഹം ഈ അമ്മയിൽ നിന്നുൾപ്പെടെ ആ സ്ഥാനത്ത് നിന്നുൾപ്പെടെ രാജിവെക്കുന്ന തരത്തിലേക്ക് ഗൗരവമായ വിഷയത്തിലേക്ക് അത് മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചെങ്കിലും ഹൈക്കോടതി ആ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പിന്നാലെ സിദ്ദീഖ് ഒളിവിൽ പോയി. സിദ്ദീഖിനെ കണ്ടെത്താനായിട്ടുള്ള പോലീസിന്റെ ആദ്യഘട്ട ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്ന സ്ഥിതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ ഒളിവിൽ കഴിയുമ്പോൾ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഒരു അനുകൂല ഉത്തരവ്, ഒരു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 മണിക്കൂറാണ് സിദ്ദീഖിനെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിലായിരിക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 12-ന് ഈ മാസം 12-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അതായത് കുറെ കൂടി വിശദീകരിച്ചുള്ള ഒരു വിവരശേഖരണത്തിന് കൂടി പോലീസ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതിന് ഈ മാസം 12-ന് ഇവിടെ ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും സിദ്ദീഖിന് നൽകിയിട്ടുണ്ട്. എന്തായാലും പരമാവധി വിവരങ്ങൾ സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ശേഖരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. എന്തായാലും ഇത്തരത്തിൽ പ്രാഥമികമായി പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആ വിവരങ്ങൾ കൂടി കോടതിയിൽ സമർപ്പിക്കുക. കോടതിയിൽ സമർപ്പിച്ച ശേഷം കോടതിയെ ബോധ്യപ്പെടുത്തി വീണ്ടും കസ്റ്റഡിയിലുമായി വിശദമായ ഒരു സാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദീഖിന്റെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂറാണ് നീണ്ടത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള വിവരം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. 12-ാം തീയതി ഹാജരാകാനുള്ള നിർദ്ദേശം സിദ്ദീഖിന് അന്വേഷണ സംഘം നൽകിയിരിക്കുകയാണ്. അഖിൽ ഷാൻ സാർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കും. അത് പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ജയസൂര്യയ്ക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഈ മാസം 15-ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചു എന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അഖിൽ ഷാൻ സാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഈ കേസിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അഖിൽ ഷാ. റിജിത്ത്, ജയസൂര്യക്കെതിരെ എറണാകുളം ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത്. 2013-ലാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സിനിമ, ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ നടിയെ ജയസൂര്യ കയറി പിടിച്ചു എന്നുള്ളൊരു പരാതിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കത്തയച്ചുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കൽ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഈ മാസം 15-ന് ചോദ്യം ചെയ്യാനായി ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ജയസൂര്യക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ജയസൂര്യ 15 ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും. ഒപ്പം നമുക്കറിയുന്നത് പോലെ തന്നെ ജയസൂര്യക്കെതിരെ മറ്റൊരു കേസ് തൊടുപുഴ സ്റ്റേഷനിലുമുണ്ട്. അതും ഇപ്പോൾ അതിന്റെയും പ്രാഥമികമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും ഈ മാസം 15-ന് ജയസൂര്യ തിരുവനന്തപുരത്ത് ഇതേ കന്റോൺമെന്റ് സ്റ്റേഷനിൽ തന്നെ എത്തേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്യണം. ശ്രീജിത്ത്. ശരി, അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. വീണ്ടും 12-ാം തീയതി ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ജയസൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നു. ജയസൂര്യ ഈ മാസം 15-ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് നിയമസഭയിൽ ഇന്ന് എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് വീണ്ടും കട്ടുപറഞ്ഞു സഭാ TV. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്ന സഭാ TV സംപ്രേഷണം ചെയ്തില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ മാത്രമാണ് സഭാ TV കാണിച്ചത്. നിയമസഭയുടെ ആരംഭം മുതൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ADGP വിഷയം ചോദിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമാഷ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 1. സ്പീക്കറുടെ ഡയസിലും നടുത്തളത്തിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചതും പ്ലക്കാർഡുകൾ ഉയർത്തിയതും സഭാ TV കാണിച്ചില്ല. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും മുഖം കാണിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് സഭാ TV എന്ന് പ്രതിപക്ഷ നേതാവ്. ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ്, അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ TVയിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ TVയിൽ നിൽക്കുന്നത്. എന്തിനാ പിന്നെ ഈ സഭാ TV? പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സഭാ TV സെൻസർ ചെയ്യുന്നതിനെതിരെ നേരത്തെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം.
ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ മാലദ്വീപ് ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിവിധ മേഖലകളിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുമ്പോഴും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കോട്ടം തട്ടുന്നില്ല എന്നുറപ്പാക്കാൻ മാലദ്വീപ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അദ്ദേഹം ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ച പ്രസിഡന്റ് മൊയ്സു ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മുഹമ്മദ് മൊയ്സു ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയം aimed at enhancing our collaboration in several critical areas such as youth and sports, combating corruption and building capacity across various sectors. These agreements will not only strengthen our institutional frameworks but also promote transparency and accountability, which are essential for sustainable development. We look forward to concluding the free trade agreement with India, which will enable us to harness the full economic potential between our countries and to increase Indian investments in both our tourism and various sectors of development. Our people-to-people connections have long been the foundation of the relationship between India and Maldives. Many Maldivians travel to India for tourism, for medical purposes, for education, and for many other needs. At the same time, the Maldives hosts a large number of Indians who contribute to the development of the Maldives. India is one of our largest tourism source markets, and we hope to welcome more Indian tourists to the Maldives, allowing for shared growth and understanding between our peoples. We have closely collaborated on multilateral fora, including seeking solutions to climate change and promoting sustainable development, and will continue to do so. Looking ahead, we are fully committed to strengthening our cooperation with India across a broad spectrum of areas, including high-level exchanges that foster deeper understanding and friendship between our nations. A democratic, prosperous and a resilient Maldives is important for peace and stability in the Indian Ocean region, and India is an important partner in the maritime security domain due to our geographical proximity. The ties between the Maldives and India are centuries old, as evident throughout our histories. Next year, we will be marking the 60th anniversary of the establishment of formal diplomatic relations between our two countries. I have invited Prime Minister Modi to undertake a state visit to the Maldives to commemorate this occasion. Together, we will work to build a future that only benefits both our countries. I am confident that our continued collaboration will lead to a brighter future. The Maldives will remain a true friend, committed to our shared vision of peace and development in our countries and our region. Prime Minister Modi, let me thank you once again for your commitment to strengthening the ties of friendship between the Maldives and India. I wish both our nations continued growth, prosperity and harmony. Thank you. Thank you, sir. That concludes the press statements. Please be seated as the dignitaries exit the room. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ യാതൊന്നും മാലദ്വീപ് ചെയ്യില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. നിലവിൽ അവിടുത്തെ ഭരണകൂടം അങ്ങനെയാണ്. സുപ്രധാനമായ ഒരുപാട് കരാറുകളിൽ മാലദ്വീപും ചൈനയും ഒക്കെ ഒപ്പുവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനിടയിലാണ് ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുമെന്ന് 4 ദിവസത്തെ സന്ദർശനത്തിന് രാജ്യത്തെത്തിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വ്യക്തമാക്കുന്നത്. സഹകരിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ബന്ധം ദൃഢമാക്കുമെന്ന് മുഹമ്മദ് മൊയ്സു വ്യക്തമാക്കുന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും CPM BJP ധാരണയെന്ന ആരോപണം ആവർത്തിച്ച് PV അൻവർ MLA. PV അൻവറിന്റെ പ്രസ്താവന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തിരിച്ചടിച്ചു. ധാർമ്മികതയുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് വേണം PV അൻവർ പാർട്ടി രൂപീകരിക്കാനെന്ന് CPM നേതാവ് പാലൂളി മുഹമ്മദ് കുട്ടി 24-നോട് പറഞ്ഞു.
കേരളം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നതോടെ വിവാദവും കത്തിക്കയറുകയാണ്. BJP CPIM കൂട്ടുകച്ചവടമെന്ന ആരോപണവും PV അൻവർ കടുപ്പിച്ചു. പാലക്കാട് UDFന് വോട്ട് കുറയുന്നില്ല. CPMന്റെ വോട്ട് BJPയിലേക്ക് പോയി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത്? വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ ഒത്തുതീർപ്പുണ്ടാകുമെന്ന് അൻവർ. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും അവിടെ. ആവറേജ് 200 ബൂത്തിൽ 10 വോട്ട് മറിഞ്ഞാൽ മതി. 10 വോട്ട് മറിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. CPMന്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം, ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല. BJPയുടെ പ്രധാന നേതാവിനൊപ്പം ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ 2031 കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞു. CPIM മുസ്ലിം വിരുദ്ധത പറയുന്നത് ഇതിന്റെ ഭാഗമെന്നും അൻവറിന്റെ ആരോപണം. എന്നാൽ CPM BJP ഡീലെന്ന പ്രസ്താവന തള്ളുകയാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അൻവറിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് സുരേഷ് ബാബു തിരിച്ചടിച്ചു. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ അൻവർ എന്ന നിലവാരമില്ലാത്തൊരുത്തിന് മനസ്സിലാവണം. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിച്ചാൽ മനസ്സിലാവും. DMKയിലേക്ക് പോകാൻ എന്ന രീതിയിൽ വലിയ പുകമറ അൻവർ സൃഷ്ടിക്കുന്നുവെന്ന് CPIMന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി 24നോട് പറഞ്ഞു. സ്റ്റാലിനെ കാണാൻ പോലും അനുമതി കിട്ടിയില്ല. കാണിച്ചത് നന്ദികേടെന്നും പാലോളി. തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ കണ്ടു. സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ട് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ പത്രം വന്നപ്പോൾ. അത് സ്റ്റാലിൻ കാണാൻ അനുമതി നൽകിയില്ല. ഇല്ല. അപ്പോൾ അത് ഒരു പുകമറ സൃഷ്ടിക്കും. എന്നിട്ടത് വലിയൊരു സംഭവമാണ് എന്നുള്ളത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും. അത് അത്രയേ ഉള്ളൂ. അൻവറിനെതിരെയുള്ള CPMന്റെ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് ചന്തക്കുന്നിൽ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ റിപ്പോർട്ട് കിട്ടിയ ഉടൻ ADGPക്കെതിരെ നടപടിയെടുത്തു എന്നതായിരിക്കും CPIMന്റെ പ്രധാന ആയുധം. 24 മലപ്പുറം. മലപ്പുറം മുൻ SP S സുജിദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. S സുജിദാസിന് പുറമെ DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെയായിരുന്നു വീട്ടമ്മയുടെ പരാതി. ബലാത്സംഗ പരാതിയിൽ മുൻ SP സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കാതിരുന്നതോടെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നാലെ കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീട്ടമ്മയുടേത് കള്ളപ്പരാതിയാണ്. മൊഴികൾ പരസ്പര വിരുദ്ധം. ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുകളൊന്നുമില്ല. FIR എടുത്താൽ പോലീസ് സേനയുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നും പരാതി തള്ളണമെന്നും സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പരാതി പറയാനെത്തിയപ്പോൾ മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP PV ബെന്നി, CI വിനോദ് എന്നിവർ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. കേസ് അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കും. 24 കൊച്ചി. KT ജലീൽ MLAയുടെ വിവാദ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ നിയമ നടപടിയുമായി മുസ്ലിം ലീഗ്. KT ജലീലിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം SPക്ക് പരാതി നൽകി. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. KT ജലീലിന്റെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ജലീലിന്റെ പ്രസ്താവന ഒരു നാടിനെയും ഒരു സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖാണ് SPക്ക് പരാതി നൽകിയത്. മതസ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും പരാതിയിൽ പറയുന്നു. അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ വർദ്ധിപ്പിച്ച വിഷയത്തിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. KT ജലീലിന് മറുപടിയുമായി PMA സലാം. തങ്ങളുടെ മക്കളുകൊണ്ടാണ് നിൽക്കോ? നമുക്കറിയാം, തൊഴിലില്ലാത്ത ഈത്തപ്പഴം കേരളത്തിലേക്ക് ഇറങ്ങിയത് എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് രാജ് അവസാനിപ്പിക്കുക, മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് ലീഗ് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. 24 മലപ്പുറം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത എന്നുള്ള മുന്നറിയിപ്പാണ്. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് പരക്കെ മഴ കനക്കും എന്നുള്ളതുകൂടി ആ വിവരങ്ങളിൽ ഉൾപ്പെടുന്നു. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അലക്സറ മുഹമ്മദ് അല്പസമയത്തിനകം പങ്കുവയ്ക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വീഴ്ചയുണ്ടായെന്ന് കോടതി. കുറ്റപത്രം നൽകുന്നതിലും തെളിവുകൾ ശേഖരിച്ചതിലും പിഴവുണ്ടായി എന്ന്
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ കാസർഗോഡ് സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ CPIM BJP ഒത്തുകളിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടയിലാണ് വിധിയിലെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. BJPയും CPIMും ഒത്തുകളിച്ചാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് വിധിപ്പകർപ്പ് പുറത്തുവന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഗുരുതര വീഴ്ചയുണ്ടായി. കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നിരിക്കെ കാലാവധി കഴിഞ്ഞ് 1 വർഷവും 7 മാസവും കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തുകൊണ്ട് കാലതാമസം നേരിട്ടു എന്നത് സംബന്ധിച്ച കാരണം ബോധിപ്പിച്ചിട്ടില്ലെന്നും വിധിയിൽ പറയുന്നു. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവില്ല. 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായും അത് മരുന്ന് വാങ്ങാനും വീട് പുനർനിർമ്മാണത്തിനുമായും ഉപയോഗിച്ചുവെന്നും സുന്ദര സമ്മതിക്കുന്നു. ഭയപ്പെടുത്തി നൽകിയ പണമാണെങ്കിൽ ഇങ്ങനെ ചെലവഴിക്കുമോ എന്ന സാമാന്യ യുക്തി പോലും അന്വേഷണ സംഘത്തിനുണ്ടായില്ല. BJPയിൽ ചേരാൻ പോകുന്നു എന്ന് സുന്ദര മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തിയതാണ്. ഇത് പരിശോധിച്ചിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം ചേർക്കില്ലായിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. വിധി പറയുമ്പോൾ പോലും പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാതിരുന്നത് ഇതിന്റെ ഉദാഹരണമായാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ചൂണ്ടിക്കാട്ടുന്നത്. വിധിപ്പകർപ്പിൽ പോലീസിനെതിരായ വിമർശനം ഉയർന്നതോടെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. 24 കാസർഗോഡ്. സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ടേക്കില്ല. ഉടൻ നടപടി ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ. ഡയസിൽ കയറിയുള്ള പ്രതിഷേധത്തിൽ നടപടി വേണം എന്നാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നത്. സ്പീക്കറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയുമുണ്ടായി. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിവരങ്ങൾ എന്താണ് സലീം? സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ LDFിനുള്ളിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഒന്ന്, സർക്കാർ തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആ അഭിപ്രായമല്ല. തൽക്കാലം തിടുക്കപ്പെട്ടൊരു നടപടി എടുത്താൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തലാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൽക്കാലം സർക്കാർ നടപടി ആവശ്യപ്പെട്ടേക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ കടുത്ത നടപടിക്ക് ഉൾപ്പെടെ ഉള്ള സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം സ്പീക്കറുടെ ഡയസിലേക്ക് കയറി 2 MLA-മാർ കയറുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് സസ്പെൻഷനിലേക്ക് ഉൾപ്പെടെ നയിക്കാവുന്ന നിലയിൽ സ്പീക്കർക്ക് അതിൽ തീരുമാനമെടുക്കാം. എന്നാൽ ആ തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല. കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നിയമസഭ സമ്മേളിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ ചോദ്യങ്ങളെ ഭയക്കുകയാണ് എന്നൊരു ധ്വനി വരും എന്നുള്ളതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരം കടുത്ത നടപടികളിലേക്ക് പോകേണ്ട എന്ന സർക്കാരും തീരുമാനിക്കുന്നത്. അതേസമയം ഡയസിൽ കയറിയുള്ള പ്രതിഷേധത്തിൽ നടപടി വേണമെന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. പക്ഷേ അതും സർക്കാർ അതിലൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല. സ്പീക്കറുമായി ചർച്ച ചെയ്ത് സ്പീക്കർക്ക് വേണമെങ്കിൽ നടപടി തീരുമാനിക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല, മുഖം മറച്ചുള്ള പ്രതിഷേധം അനുവദിക്കാനാകില്ല എന്നൊരു നിലപാട് കൂടി ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്ലക്കാർഡുകളും ഒപ്പം തന്നെ ബാനറുകളും ഉയർത്തിയിരുന്നു. ബാനർ സ്പീക്കറുടെ മുഖത്തിന് നേരെ ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധം അത്രയും ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു വലിയ പ്രതിഷേധം അങ്ങനെ ഉണ്ടായാൽ അതിനെ അതുപോലെ തന്നെ നേരിടേണ്ടി വരും. വലിയ വാഗ്വാദങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കണം എന്നും നിയമസഭാ കക്ഷി യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. അത് സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഈ സഭാ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധം കൂടി നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത്തരത്തിലുള്ള ആവശ്യം ചില അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നെങ്കിലും മുഖ്യമന്ത്രി അടക്കം അതിനോട് യോജിച്ചില്ല. ഈ ഘട്ടത്തിൽ അത് ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് തീരുമാനം. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ തൃപ്തനല്ല എന്ന് PV അൻവർ. ഇപ്പോഴത്തേത് ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള കസേരകളിയാണ്. ADGPയെ സസ്പെൻഡ് ചെയ്യണമെന്നും PV അൻവർ ആവർത്തിച്ചു. അതേസമയം ഡൽഹിയിലുള്ള DGP വിഷയത്തിൽ ഇന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. ADGP MR അജിത് കുമാറിനെതിരായ നടപടി ഇടതുപക്ഷ കക്ഷികളെ സമാധാനിപ്പിക്കാനുള്ള കസേരകളി എന്നാണ് അൻവറിന്റെ പരിഹാസം. ഇപ്പോൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറ്റിയാൽ വിഷയം അവസാനിക്കുന്നില്ല. സ്ഥാനമാറ്റം കൊണ്ട് താൻ തൃപ്തനല്ലെന്നും കൊടും കുറ്റവാളിയായ അജിത് കുമാറിനെ പുറത്താക്കണമെന്നും അൻവർ 24നോട്. തൃപ്തിയുണ്ടാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. കാരണം അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് താൽക്കാലികമായി എന്താ പറയുക, ഇടതുപക്ഷ കക്ഷികളെ സമാധാനപ്പെടുത്താനുള്ള കസേരക്കളിയാണ്. നമ്മൾ ഓണത്തിനൊക്കെ അല്ലേ കസേരക്കളിയില്ലേ, നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടുത്തേലിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇരിക്കുന്ന റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറ്റിയാൽ ഈ വിഷയം അവസാനിക്കുന്നില്ല. ഇതിനിടെ ഡൽഹിയിലുള്ള DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് ADGP വിഷയത്തിൽ ഇന്നും പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ ഇന്നലെ രാത്രി നടന്ന അലൻ വോക്കറുടെ DJ പരിപാടിക്കിടെ വ്യാപക മൊബൈൽ ഫോൺ മോഷണം. 100ഓളം മൊബൈൽ ഫോണുകൾ നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതേസമയം മോഷണ സാധ്യത തള്ളുകയാണ് പോലീസ്. ലോകപ്രശസ്ത DJ ആർട്ടിസ്റ്റ് അലൻ വോക്കറുടെ പരിപാടിയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്.
ബോൾഗാട്ടി പാലസിൽ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പരിപാടി. ഇതിനിടെയാണ് വ്യാപക മൊബൈൽ മോഷണം. ഇമെയിലിലും നേരിട്ടുമായി 30-ലധികം പരാതികൾ പോലീസിന് ലഭിച്ചു. മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടതാവാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. DJ നൃത്തച്ചുവടുകൾക്കിടെ പോക്കറ്റിൽ നിന്നും തെറിച്ചുപോയി നഷ്ടപ്പെട്ടതാവാമെന്ന് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മാത്രമാണ്. മൊബൈൽ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. എങ്ങനെ നഷ്ടപ്പെട്ടു? തുള്ളുകയാണ് അത് വെച്ചുകൊണ്ട്. IMEI നമ്പർ കേന്ദ്രീകരിച്ചും അല്ലാതെയും പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. മോഷണ സാധ്യത തള്ളിയ പോലീസ് നിലപാടിനെ എതിർക്കുകയാണ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർ. ഡാൻസിന്റെ ഇടയിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന പരിസരത്ത് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. അതിൽ ഈ പരിപാടി കഴിയുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ തപ്പിയപ്പോഴാണ് ഫോൺ പോയതറിയുന്നത്. ഐഫോൺ അടക്കം വില കൂടിയ മൊബൈൽ ഫോണുകളാണ് നഷ്ടമായതിലേറെയും. 24 കൊച്ചി. ഹരിയാനയിലും ജമ്മുകശ്മീരിലെയും ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അനുകൂല തരംഗം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. കശ്മീരിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് പാർട്ടികൾക്കുള്ളിലെ ചർച്ചകളും ചൂടുപിടിച്ചിരിക്കുന്നു. ഹരിയാനയും ജമ്മു കശ്മീരും ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കശ്മീരിൽ 63% പോളിംഗും ഹരിയാനയിൽ 65% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് പ്രഥമ പരിഗണന. കുമാരി ഷെൽജിയുടെ പേരും ചർച്ചകളിലുണ്ട്. ജമ്മു കാശ്മീരിൽ തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് സർവേകൾ പറയുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് NC സഖ്യത്തിന് പ്രതിസന്ധി നേരിട്ടാൽ പിന്തുണ പ്രഖ്യാപിക്കാൻ മടിക്കില്ലെന്നാണ് PDP കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എക്സിറ്റ് പോൾ സർവേകളെ പാടെ തള്ളുന്ന BJP അവസാന ഘട്ടത്തിലും സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. വിനീത VG 24 ഡൽഹി. ഡൽഹിയിലെ റോഡുകളുടെ നവീകരണമടക്കമുള്ള കാര്യങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അതിഷി. ഒരാഴ്ച കൊണ്ട് റോഡുകളുടെ പരിശോധന പൂർത്തിയാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഡൽഹി സർക്കാരിനെ ദ്രോഹിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉയർത്തി BJP രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അതിഷിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിശദീകരണം. ഡൽഹി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി അതിഷി. ഒരാഴ്ച കൊണ്ട് റോഡുകളുടെ പരിശോധന പൂർത്തിയാക്കും. മറ്റു ചില പദ്ധതികളുടെ ഭാഗമായും റോഡുകൾ തകർന്നിട്ടുണ്ടെന്നും അതിഷി പറഞ്ഞു. ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമം നടക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये तो ऐसे लग रहा है जैसे प्रधानमंत्री जी एक पार्टी के पीछे पड़ गए हैं बुरी तरह से, और जितनी उनके पास ताकत है, एजेंसीज हैं, रिसोर्सेज हैं, सारे के सारे रिसोर्सेज एक पार्टी को और उसके नेताओं को ख़त्म करने के ऊपर लगा दिए हैं. കഴിഞ്ഞ 9 വർഷം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഒന്നിനു പുറകെ ഒന്നായി മന്ത്രിമാരെയും MLA-മാരെയും ജയിലിലടച്ച കേന്ദ്രം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും കേജ്രിവാൾ ആരോപിച്ചു. 24 ഡൽഹി. ടൊവിനോ തോമസ് ചിത്രം അജയന്റെ 2ാം മോഷണത്തിന്റെ വ്യാജ പതിപ്പ് ഷൂട്ട് ചെയ്തത് കോയമ്പത്തൂരിലെ തിയേറ്ററിൽ വെച്ചാണെന്ന് സൈബർ പോലീസ്. വ്യാജ പതിപ്പിന് പിന്നിൽ തമിഴ് റോക്കേഴ്സ് സംഘത്തിൽപ്പെട്ടവരെന്നും കണ്ടെത്തൽ. റിലീസ് ചെയ്ത് 2ാം ദിവസമാണ് ARM വ്യാജപതിപ്പ് ടെലഗ്രാമിലെത്തിയത്. പിന്നാലെ സംവിധായകൻ ജിതിൻലാൽ കൊച്ചി സൈബർ പോലീസിൽ പരാതി നൽകി. വിശദമായ അന്വേഷണത്തിലാണ് ചിത്രം പകർത്തിയത് കോയമ്പത്തൂരിലെ തിയേറ്ററിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. സിനിമ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കശ്മീരിൽ നിന്നാണ്. പ്രതികൾക്കായി പ്രത്യേക സംഘം കോയമ്പത്തൂരിൽ അന്വേഷണം ആരംഭിച്ചു. 2 പേരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. തമിഴ് റോക്കേഴ്സിൽ തന്നെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വ്യാജപതിപ്പ് അപ്ലോഡ് ചെയ്തയാളെ കൊച്ചി പോലീസ് പിടികൂടിയിരുന്നു. സിനിമകളുടെ വ്യാജപതിപ്പ് തടയാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ആവശ്യം. വിഷ്ണു സുരേഷ് 24 കൊച്ചി. കൊല്ലത്ത് CPIM ലോക്കൽ സമ്മേളനത്തിനിടെ സംഘർഷം. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം CPIM ലോക്കൽ സമ്മേളനത്തിലാണ് സംഘർഷമുണ്ടായത്. കൊല്ലം ചടയമംഗലം ലോക്കൽ കമ്മിറ്റി യോഗം യുവനിര ബഹിഷ്കരിച്ചു. യുവാക്കളെ പരിഗണിച്ചില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. എറണാകുളം പൂണിത്തുറയിലെ ലോക്കൽ കമ്മിറ്റിയിലെ സംഘർഷം ചർച്ച ചെയ്യാൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. കൊല്ലം കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം ലോക്കൽ സമ്മേളനത്തിലാണ് ചേരിതിരിഞ്ഞ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പ്രതിനിധികളുടെ എതിർപ്പ് അവഗണിച്ച സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതോടെയാണ് സംഘർഷമുണ്ടായത്. സമ്മേളന പ്രതിനിധികളും ഔദ്യോഗികപക്ഷ പ്രതിനിധികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പരിക്കേറ്റ് കരുനാഗപ്പള്ളിയിൽ കഴിയുന്നവർ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. കൊല്ലം ചടയമംഗലം ലോക്കൽ കമ്മിറ്റി യോഗം സമ്മേളന പ്രതിനിധികളായ യുവാക്കൾ ബഹിഷ്കരിച്ചു. ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ DYFI SFI പ്രവർത്തകരെ അവഗണിച്ചെന്നാരോപിച്ചായിരുന്നു ബഹിഷ്കരണം.
ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരം ആവശ്യപ്പെട്ട യുവനിരയെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് വിക്രമൻ താക്കീത് ചെയ്തതും പ്രതിഷേധത്തിന് ഇടയാക്കി. സംസ്ഥാന കൺട്രോൾ കമ്മീഷന് പരാതി നൽകാനാണ് ബഹിഷ്കരിച്ചവരുടെ തീരുമാനം. എറണാകുളം പൂണിത്തുറയിലെ ലോക്കൽ കമ്മിറ്റിയിലെ സംഘർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. സംഘർഷത്തിൽ 4 ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുത്തേക്കും. സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്നാണ് പൂണിത്തുറയിലെ ലോക്കൽ കമ്മിറ്റി യോഗം കയ്യാങ്കളിയിൽ കലാശിച്ചത്. സംഘർഷത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കം 6 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. 24 കൊല്ലം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകിയതിൽ LDF-ൽ തർക്കം. സർക്കാർ വാക്ക് പാലിച്ചുവെന്നും നടപടി വൈകിയിട്ടില്ല എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വ്യാഖ്യാനങ്ങളുടെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ലെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുക മാത്രമാണ് CPI ആവശ്യപ്പെട്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നടപടി വൈകി എന്നാണ് RJD-യുടെ പരസ്യ പ്രതികരണം. RSS നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് DGP പദവി ലക്ഷ്യമിട്ട് എന്ന് DGP-യുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നതിൽ വൈകലുണ്ടായതും ഉത്തരവിൽ നടപടിയെന്ന് പോലും പരാമർശിക്കാത്തതുമാണ് ഇപ്പോഴുയരുന്ന ചർച്ചകൾ. നടപടിക്ക് CPI സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്നും വൈകിയിട്ടില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരിയായ സമയത്ത് ഗവൺമെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. LDF രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് പ്രതികരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യാഖ്യാനങ്ങൾക്ക് തങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തു. ഇത് CPIക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ്. പക്ഷേ ഈ വിജയം LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. അജിത് കുമാറിനെ നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നുവെന്ന് RJD. പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നതിന് പകരം ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടപ്പോൾ നടപടി എടുത്തിരുന്നെങ്കിൽ അതിലേക്ക് രാഷ്ട്രീയമായ മേൽക്കൈ ലഭിക്കുമായിരുന്നു. അതേസമയം അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ DGP-യുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. DGP പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് ലക്ഷ്യമെന്ന് സംശയമെന്ന് റിപ്പോർട്ടിൽ DGP പറയുന്നുണ്ട്. കൂടിക്കാഴ്ചയുടെ കാരണം കണ്ടെത്താത്തതിനാൽ നടപടി സംശയകരമാണ്. പോലീസിനെ സംശയമുനയിലാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗുരുതര പരാമർശം അവഗണിച്ചാണ് അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കിയത്. 24 തിരുവനന്തപുരം. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.